എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഒരു അവധി ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് നാളായി ഡേ ഇൻ മൈ ലൈഫ് അപ്ലോഡ് ചെയ്തിട്ട്. ഇതൊരു ശനിയാഴ്ച ദിവസത്തെ രാവിലെയാണ്. 7:30 സമയമായിട്ടുണ്ട്. അപ്പോൾ 7:30 ആയപ്പോഴാണ് ഇന്ന് നമ്മൾ എണീറ്റത്. അപ്പോൾ ഇവർ രാവിലെ തന്നെ എണീക്കും. അവധി ദിവസങ്ങളിൽ അതിരാവിലെ എണീക്കാറുണ്ട്. രാവിലെ അവർ എണീറ്റിട്ട് അവിടെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തലേദിവസം കുറച്ച് പാത്രങ്ങളൊക്കെ കഴിയാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് രാവിലെ നമ്മളുണ്ടാക്കുന്നത് ദോശയും ഗ്രീൻ പീസ് കറിയാണ്. ഗ്രീൻ പീസ് കറി നമ്മൾ തലേദിവസം ഡിന്നറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി ദോശ ചുട്ടാൽ മതി. ഗ്രീൻ പീസ് കറി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട ഗ്രീൻ പീസ് കുറുമയാണ്. അതുപോലെ തന്നെ ദോശമാവ് കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഫ്രിഡ്ജിൽ അരച്ച് വെക്കാറുണ്ട്. ഇപ്പോൾ ഓഫീസിലൊക്കെ പോകാനായിട്ട് തുടങ്ങി. ആഴ്ചയിൽ 3 ദിവസം ഓഫീസിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് മാവൊക്കെ അരച്ച് വെക്കാറുണ്ട്. അപ്പം രാവിലെ മാറി മാറി നമുക്ക് ദോശയോ അപ്പമോ ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ മാവ് കുറച്ചുകൂടി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദോശ നമ്മൾ ഈ മാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടാൾക്കും ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ജോലികളിലേക്ക് പോവാണ് ഞാൻ. ഒരാൾക്ക് ക്രിസ്പി ദോശയും ഒരാൾക്ക് സോഫ്റ്റ് ദോശയാണ് ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഗ്രീൻ പീസ് കറിയും കൂടെ അവർക്ക് കഴിക്കാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി നിങ്ങൾ ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കണം. കഴിഞ്ഞ ദിവസം നമ്മളിട്ട ഗ്രീൻ പീസ് കറിയാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കറിയും അതുപോലെ ദോശയും അവർക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കാപ്പിയാണ് ഉണ്ടാക്കുന്നത്. കാപ്പിയോ ചായയോ മാറി ഞങ്ങൾ കഴിക്കാറുണ്ട്. എല്ലാ ദിവസവും കഴിക്കാറില്ല. നമുക്ക് തോന്നുമ്പോൾ മാത്രമാണ് ചായ കാപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ പാല് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പാലതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ബ്രൂവിൻ്റെ കോഫി പൗഡറാണ്. 1 ടീസ്പൂൺ മുതൽ 1.25 ടീസ്പൂൺ വരെ 2 കപ്പ് കാപ്പിക്ക് വേണം. നന്നായിട്ട് അടിച്ചെടുത്തിട്ട് കപ്പിലേക്ക് ഒഴിക്കാം. നമ്മൾ ഉണ്ടാക്കിയ ദോശയുടെ മാവിൻ്റെ റെസിപ്പി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദോശ അതുപോലെ തന്നെ ഇഡ്ഡലിയും ഉണ്ടാക്കാൻ പറ്റുന്നൊരു വളരെ ദിവസങ്ങൾ ഫ്രിഡ്ജിലിരിക്കുന്നൊരു മാവാണ്. അപ്പോൾ ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലാത്തൊരു കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ദോശയും ഗ്രീൻ പീസ് കറിയും കാപ്പിയായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ അരി വെച്ചിട്ടാണ് ചോറുണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് മട്ട അരിയല്ല, നമ്മൾ ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് മേടിച്ച പാർബോയിൽഡ് റൈസാണ്. അപ്പോൾ അത് 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ സാധാരണ ഞാൻ കുക്കറിൽ അരി അങ്ങനെ വെക്കാറില്ല. കുക്കറിൽ അരി വെക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് വെന്ത് അളിഞ്ഞു പോകുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് കുക്കറിൽ വെക്കുന്നത് പൊതുവേ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല. സാധാരണ പോലെ അരി തിളപ്പിച്ച് ഊറ്റിയാണ് എടുക്കുന്നത്. കുക്കറിൽ വെച്ച് വറ്റിച്ച് കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വെള്ളത്തിലിട്ട് അരി തിളപ്പിച്ചിട്ട് ആണ് ഞങ്ങൾ സാധാരണ കഴിക്കുന്നത്. അങ്ങനെയാണ് ഇഷ്ടം. കുറച്ചധികം വെള്ളം വെച്ച് കൊടുത്തിട്ട് അരി നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇനിയൊരു മീൻ കറി വെക്കുന്നുണ്ട്. മീൻ കറിയുടെ റെസിപ്പി വിശദമായിട്ട് കാണിക്കുന്നില്ല. ഇപ്പം മീൻ നമ്മൾ കിളിമീനാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മളിവിടെ അടുത്തൊരു ഷോപ്പിൽ, അതായത് മാൽമോയിലൊരു ഷോപ്പിൽ പോയിട്ട് വാങ്ങിയതാണ്. ഗോൾഡൻ സീ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പാണ്. അപ്പോൾ ഫ്രഷായിട്ട് വാങ്ങിയതാണ്. അത്യാവശ്യം നല്ല ഫ്രഷായിരുന്നു. അപ്പോൾ അത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം വെട്ടിക്കഴുകി വൃത്തിയാക്കി അതിന് ശേഷം വാഷ് ബേസിനൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമ്മുടെ പെട്ടെന്നുള്ളൊരു ക്വിക്ക് ക്ലീനിങ് വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കിച്ചൺ ക്ലീൻ ചെയ്യുന്നത്. അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അത് ഇവിടെ ഒന്ന് കണ്ടു നോക്കണം. നമ്മളവിടെ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവരവിടെ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് നേരം ടി വി കാണും. അങ്ങനെ ശനി ഞായറാണ് അവർ ടി വിയൊക്കെ മാക്സിമം കണ്ടു തീർക്കുന്ന സമയം. മീൻകറിയുടെ റെസിപ്പി വിശദമായിട്ട് ഞാൻ കാണിക്കുന്നില്ല. സാധാരണ രീതിയിലുള്ളൊരു മീൻ മുളക് കറിയാണ്. അപ്പോൾ ഈ ചട്ടി നമ്മൾ ഒരു ഹോട്ട് പ്ലേറ്റ് അടുപ്പിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻകറിയിൽ വിശദമായിട്ട് ഈ അടുപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മീൻകറിയുടെ കൂടെ നമ്മളൊരു ബീൻസ് തോരനും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. സമയം ഒരു 10:30 നമ്മളിന്ന് പുറത്ത് പോകാനായിട്ടൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ
വെയിലുള്ളപ്പം കുറച്ച് വെയിലൊക്കെ കൊള്ളാമെന്ന് കരുതി. ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവർക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുക്കാറുണ്ട്. നമ്മളിന്ന് ഇവിടെ കിട്ടുന്ന ആപ്പിൾസിൻ എന്ന് പറയുന്ന ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബ്ലഡ് ഓറഞ്ച് എന്ന് പറയും. ഇതിൻ്റെ ഉള്ളിൽ ബ്ലഡ് പോലെ സ്റ്റെയിൻ ഇങ്ങനെ ഉണ്ടാവും. അത് കുറച്ച് ഇരുന്ന് കഴിയുമ്പോൾ നല്ല മധുരമാണ്. നമ്മളിപ്പം വാങ്ങി ഉടനെ കട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചിരുന്നതിൻ്റെ സ്കിന്നൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ഒന്നുകൂടെ നല്ല മധുരമാണ്. അപ്പോൾ അതവർക്ക് കൊടുത്തു. അപ്പോൾ നമ്മുടെ അരി ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ അരി പെട്ടെന്ന് വേവും. ഇത് ഇക്ക മാക്സി അതുപോലെ വില്ലീസിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പാർബോയിൽഡ് റൈസാണ്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള അരിനെക്കാട്ടിലും പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ തൊട്ടടുത്തൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോവാണ്. നമ്മളിവിടെ ഒരു വർഷമാകുന്നു. പക്ഷെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. തൊട്ടടുത്തുള്ളൊരു ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഇപ്പോൾ വെയിലൊക്കെ വന്നിട്ട് ക്ലൈമറ്റൊക്കെ കുറച്ച് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നല്ല തണുപ്പ് തന്നെയാണ്. സ്പ്രിങ് സമയത്ത് അവിടെ പോകുന്നതാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ എല്ലാ ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. വീട് തൊട്ടടുത്താണ്, നടക്കാനുള്ള ദൂരം മാത്രമാണുള്ളത്. പക്ഷേ മക്കളെയും കൊണ്ട് തണുപ്പായതുകൊണ്ട് നമ്മൾ കാറിലാണ് പോയത്. സൈഡിലായിട്ട് തന്നെ കാർ പാർക്കിംഗ് ഉണ്ട്. ഇത് ശനിയാഴ്ച ദിവസങ്ങളിൽ ഫ്രീ ആണ് കാർ പാർക്കിംഗ്. നമ്മൾ ആ ഗാർഡനിലേക്ക് ചെന്നപ്പോൾ അവിടെ മുഴുവനും ആൾക്കാർ വെയിൽ കൊള്ളുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര്, കുട്ടികളും ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഇവരവിടെ ഓടിക്കളിച്ചു. ഇതാണ് ആ ഗാർഡൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു മാപ്പ് എന്ന് പറയുന്നത്. ഒരുപാട് സ്ഥലത്തിൽ പരന്നു കിടക്കുന്ന ഒരു ഗാർഡനാണ്. പല വെറൈറ്റി ആയിട്ടുള്ള ചെടികളുടെ സ്പീഷീസ് ഇവിടെ ഉണ്ട്. അന്യം നിന്ന് പോകുന്ന ചെടികളും അങ്ങനെ 7000-ഓളം സ്പീഷീസ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ ഹൗസൊക്കെ ഉണ്ട്. ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാനായിട്ട് പർട്ടിക്കുലർ സമയമുണ്ട്. അപ്പോൾ ആ സമയം നോക്കിപ്പോയാൽ മാത്രമേ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളവിടെ പോയിട്ട് വെറുതെ അവിടെ കറങ്ങി നടന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ സന്ധ്യ ആയപ്പോഴത്തേക്ക് നമ്മളവിടുന്ന് മടങ്ങി വന്നു.
അങ്ങനെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് തിരിച്ച് ഇറങ്ങി ചെറുതായിട്ട് അവിടേക്ക് ഒന്ന് കറങ്ങിയതിന് ശേഷം നമ്മളത് വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് നമ്മളൊരു ഷോപ്പിൽ കയറി. ഈ ഷോപ്പ് പുതിയതായിട്ട് ഇവർ സ്റ്റാർട്ട് ചെയ്തതാണ്, ഈ അടുത്താണ് തുടങ്ങിയത്. നമ്മളിതുവരെ വന്നിട്ടില്ല. കുറച്ച് പാലും ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മളവിടെ കയറി. അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഡിന്നർ എന്ന് പറയുന്ന ചപ്പാത്തി, ഉച്ചക്കത്തെ കറികളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ശനിയാഴ്ച ദിവസമാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ കൂടുതൽ വർക്കിംഗ് ഡേ വ്ളോഗ്സൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ കുറച്ച് തിരക്കായത് കാരണമാണ് കുറേ നാളായിട്ട് വ്ളോഗൊന്നും ചെയ്യാത്തത്. അതുപോലെ തന്നെ വീഡിയോസും നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ സ്ഥിരമായിട്ട് ഡെയിലി വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ കാണുക, അതുപോലെ തന്നെ പഴയ പോലെ തന്നെ നമ്മുടെ വീഡിയോസിന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരിക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ നാട്ടിലെ ലോക്ക്ഡൗണൊക്കെ മാറി എല്ലാവരും പഴയ പോലെ സ്കൂളിലും വർക്ക് ചെയ്യാനൊക്കെ പോയി തുടങ്ങി കാണുമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ സാറ്റർഡേ കൊണ്ട് ഇവർക്ക് ഫിക്ക വാങ്ങിക്കാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസമാണ് എല്ലാവരും മധുരം കഴിക്കുന്നത്, ഫിക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ഡോണറ്റ്സും അവരുടെ ഇഷ്ടത്തിന് വാങ്ങി. പല വെറൈറ്റി ആയിട്ടുള്ള പേസ്ട്രീസ് ഉണ്ട്. പിന്നെ ഒരു ലഞ്ച് ബോക്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു, അപ്പോൾ അത് വാങ്ങി. പിന്നെ കുറച്ച് സാധനങ്ങൾ കൂടെ ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മടങ്ങി. അപ്പോൾ വൈകിട്ട് ഇപ്പോൾ ഒരു 7 മണി സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോക്കനട്ട് മിൽക്ക്, നമ്മൾ തേങ്ങാപ്പാൽ പാക്കറ്റിൽ വാങ്ങിക്കുന്ന ഇതാണ്. അപ്പോൾ ഇത് നല്ല ക്രീമി ആയിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ്. പിന്നെ നമ്മളൊരു ഹോട്ട് ഡോഗിൻ്റെ ഒരു സോസേജും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. ഒരു ശനിയാഴ്ച ദിവസത്തെ വ്ളോഗാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾ ഒരുപാട് നാളായി വ്ളോഗ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ബിസി ആയി പോയത് കാരണമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.